അവനുണ്ട് ജീൻസ് വാങ്ങിയിട്ട് കീറിയിട്ട് കൊടുക്കുന്ന എനക്കും കീറണോ അല്ലെ? പണ്ട് കീറാത്തൊരു കുപ്പായത്തിന് ആഗ്രഹമായിരുന്നു. ഇപ്പോ നല്ല കുപ്പായം നല്ല പാന്റ് വാങ്ങിയിട്ട് പിള്ളേർ കീറിയിട്ടിടുക. അവന്റെ ഉള്ളിൽ അവൻ അറിയാതെ അവനെ നിയന്ത്രിക്കുന്ന ഒരാള് കയറിക്കൂടുക. ഒരു കടയിൽ TV വിൽക്കാൻ പറ്റും. ആ TV ഒന്ന് ഓണാക്കി തരുമോ എന്ന് നമ്മൾ പോയി ചോദിച്ചിട്ട് ആ പീഡിയക്കാരെ പേടിപ്പിച്ചു വിട്ടു. നമ്മളെ എല്ലാവർക്കും മതമുണ്ട്. ആനക്ക് മതം പൊട്ടിയാൽ ആളുകളെ ഉപദ്രവിക്കുകയും മണ്ണിട്ട ഇടിച്ചു നിരത്തുകയും മരങ്ങൾ കുത്തിപ്പൊരിക്കുകയും ചെയ്യും പോലെ മനുഷ്യന്റെ ഉള്ളിലും ഹോർമോണുകൾ കൊഴുപ്പ് മതമായി മാറും. നമ്മൾ എന്തുകൊണ്ട് കരയുന്നു? നമ്മൾ മനുഷ്യരായതുകൊണ്ട്. മനുഷ്യരാകുമ്പോ ചിരിക്കുകയും വേണം, കരയും വേണം. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യാണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? തിരിച്ച് വീട്ടിൽ വരാൻ വന്നാലേ കിണ്ടിയും കിട്ടും. കിണ്ടിയും വെള്ളം കിട്ടുന്നവരെ ഇവന് ട്രൗസർ കയറ്റാനാവില്ല, ലുങ്കി താക്കാനാവില്ല എന്നൊരു കാഴ്ചയില്ലേ? ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു നാണക്കേടാ. ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ DJ കാണുമ്പോൾക്ക് വരാൻ വേണ്ടി കുറെ ചെറുപ്പക്കാരുണ്ട്. ദൂരെ കുമ്പളങ്ങ ചാരി വെച്ചോലെ മതിലുമ്മ ചാരി വെച്ചിട്ടുണ്ടാവും. ഡോപ്പമിൻ കിട്ടുന്നത് ഏതാണോ അവിടെ അവർ പോകും. മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ ഡോപ്പമിൻ കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാട്ടിയങ്കോപാൻ സ്മാരക വായനശാലയുടെയും യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഭാരവാഹികളെ, അതിന്റെ പ്രവർത്തകരെ, കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രതിഭകളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സമയം 9:80 9:80. പാതിര പ്രസംഗമായിപ്പോയി. സംഘാടകരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിന്ന് എൻ്റെ നാട്ടുകാർ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അത് ഏറ്റുവാങ്ങിയിട്ട് മറുപടി പ്രസംഗം നടത്താതെ പോരുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത്. ഈ പരിപാടി ഏൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ പരിപാടി വൈകുന്തോറും നിങ്ങളുടെ പരിപാടിയും വൈകും. ഏതായാലും ഇത്ര ഈ വൈകിട്ടും കുട്ടികളുടെ കലാപരിപാടി കാണാനും പ്രസംഗം കേൾക്കാനും ഈ നാട്ടിൽ, വേളായി നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ സമയത്തും ഇങ്ങനെ ഇരിക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മഹത്വത്തിൻ്റെ ലക്ഷണമാണ്. അതിന് തയ്യാറായിരിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു നല്ല ലൈക്ക് തരിക. പ്രിയമുള്ളവരെ, ക്ലബും വായനശാലയും ഒരു ഗ്രാമത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. വായനശാലകളാണ് കേരളത്തെ വളർത്തിയത്. അറിയുമോ? കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ സാധാരണ മനുഷ്യരിലെത്തിയത് എങ്ങനെയാണ്? അക്ഷരങ്ങളിലൂടെയാണ്. അക്ഷരങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ എത്താൻ, പുസ്തകങ്ങൾ വായിക്കാൻ അറിയുന്നവർ വളരെ കുറവായിരുന്നു. അന്ന് വായനശാലകളിൽ രാത്രികാലത്ത് എഴുത്ത് പഠിപ്പിക്കുന്ന സ്കൂളുണ്ടായിരുന്നു. അതിൻ്റെ പേര് രാഗെഴുത്ത് സ്കൂൾ എന്നാണ്. രാത്രി എഴുത്ത് പഠിക്കുന്ന സ്കൂൾ. എന്തിനാണത്? ആന്തരികമായ വെളിച്ചമാണ് നമുക്ക് ബാഹ്യമായ വെളിച്ചം ഉണ്ടാക്കിയത്. ഈ വെളിച്ചം ബാഹ്യമായ വെളിച്ചമാണ്, പുറത്തുള്ള വെളിച്ചമാണ്. പക്ഷേ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചം കൊണ്ടല്ലേ ബൾബ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടല്ലേ ഈ ബൾബെല്ലാം കത്തുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് പുറത്തെ വെളിച്ചം കാണാനല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭൂമി ദിനോസറുകൾ ഉണ്ടായിരുന്നു. ആനകളും കടുവകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം കണ്ണുമുണ്ട്. ആ കണ്ണിലൂടെ പുറത്തെ വെളിച്ചം, വെയിലിന്റെ, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം, ചന്ദ്രപ്രകാശത്തിന്റെ വെളിച്ചം, അതുപോലെ തീ വെളിച്ചം ഒക്കെ അവരുടെ കണ്ണിലൂടെ അകത്ത് പ്രവേശിച്ചിരുന്നു. അവർ കണ്ടിരുന്നു. പക്ഷേ സൂര്യനെ കാണുമ്പോൾ സൂര്യന്റെ വെളിച്ചം ഇതൊരു വെയിലെന്ന് പറയാന്നല്ലാതെ സ്വസ്തി ഹേ സൂര്യ സ്വസ്തി എന്ന് കവിത എഴുതാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. സൂര്യനോട് ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്ന് ആരും പാടിയില്ല. ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന പുഷ്പങ്ങൾ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. മനുഷ്യവംശം ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ഏതാണ്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ 3 കോടി വർഷം പഴക്കം പുഷ്പങ്ങൾക്കുണ്ട്. പക്ഷെ ആ പുഷ്പങ്ങളെ കോർത്തിണക്കിയിട്ട് മാല കെട്ടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? തുളസിക്കതിർ നുള്ളിയെടുത്ത്
കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. നമ്മൾക്ക് പൂക്കൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ആകാശത്ത് മഴവില്ലുണ്ടായിരുന്നു. മഴയും വെയിലും ഉള്ള കാലത്തെല്ലാം മഴവില്ലുണ്ടായിരുന്നു. ആ മഴവില്ലിന് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് പറയാനും മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാടാൻ ആരുണ്ടായില്ല. ഇതൊക്കെ പാടിയതും പറഞ്ഞതും അപ്പോഴാണ് മനുഷ്യന്റെ അകത്ത വെളിച്ചമുണ്ടാണ്. ആന്തരികമായൊരു പ്രകാശമുണ്ട് മനുഷ്യൻ. ആ പ്രകാശം ഉണ്ടായപ്പോഴാണ് ലോകത്തിന് സകലതിനും നമ്മൾ പേരിട്ടത്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഭൂമിക്കും ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും ചൊവ്വക്കും പേരില്ല, ആനക്കും കടുവക്കും പേരില്ല, ദൈവങ്ങൾക്കും പേരില്ല. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരു ദൈവത്തിനും പേരില്ല. മനുഷ്യനാണ് എല്ലാറ്റിനും പേരിട്ടത്. എങ്ങനെയാത്? ആന്തരികമായ വെളിച്ചം. ഈ ആന്തരികമായ വെളിച്ചത്തിന്റെ വികാസമാണ് മനുഷ്യത്വത്തിന്റെ വികാസം. ആ വെളിച്ചം എങ്ങനെ കിട്ടി? ആ വെളിച്ചം അനുഗ്രഹമായിട്ട് ഇറങ്ങി വന്നതല്ല. തലമുറകളായിട്ട് മനുഷ്യ ഒരു കൂട്ടത്തോടുകൂടി ഇരുന്നുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അധ്വാനിക്കുകയും കണ്ടെത്തുകയും എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം KPSCയുടെ നാടകം ഉണ്ടായിരുന്നില്ലേ? കൂറ്റേരിപ്പോയിൽ KPSC പണ്ടൊരു പ്രഗത്ഭമായ നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിന്റെ പേര് മൂലധനം എന്നാണ്. ആ മൂലധനം എന്ന നാടകം പിന്നീട് തോപ്പിൽ ഭാസി സിനിമയാക്കി. ആ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചത് നസീറാണ്, നായികയായിട്ട് അഭിനയിച്ചത് ശാരദയാണ്. നസീർ അതിലൊരു കഥ, നസീറിന് ഒരു മോനുണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ഓണത്തിന് മോനൊരു കുപ്പായം വാങ്ങി കൊടുക്കണം, ഒരു പായസം വെക്കണം, അത്രേ സ്വപ്നമുള്ളൂ. പക്ഷെ അതിനുള്ള കാശ് പോലും കയ്യിലില്ല. അപ്പൊ ബോണസ് കിട്ടും, കയർ ഫാക്ടറിയിൽ നിന്ന് ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെന്ന് നോക്കിയപ്പോ ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലം വിട്ടിരിക്കുന്നു. ബോണസും ഇല്ല, കൂലിയും ഇല്ല, ഇനി പണിയും ഇല്ല. ദാരിദ്ര്യം. ഓണത്തിന് പട്ടിണി കിടക്കണം. ഭർത്താവ് വിതുമ്പിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ ശാരദ കുട്ടിയെ തൊട്ടിലിട്ട് പാടിയൊരു താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ മറുപടി ഓർമ്മയുണ്ടോ? ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിൽ ഓരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ നനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ അമ്മ പാടി, മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ. പൊന്നുഷസ് പുതിയ പ്രഭാതം. ആ പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ നന്നായി ഉറങ്ങുമോനെ. ആ പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ ഉറങ്ങി ഉണർന്നവൻ പ്രഭാതവും പ്രഭാതത്തിന്റെ അപ്പുറത്തേക്ക് പുതിയ പ്രഭാതത്തെ അന്വേഷിച്ചുള്ള യാത്ര നടത്തി. ആ യാത്രക്കുള്ള വെളിച്ചം ശേഖരിച്ചതവൻ അക്ഷരങ്ങളിൽ നിന്നാണ്. ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ TV ഫസ്റ്റ് കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ ശില്പ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കടയിൽ TV വിൽക്കാൻ പറ്റും. ആ TV ഒന്ന് ഓണാക്കി തരുമോ എന്ന് നമ്മൾ പോയി ചോദിച്ചിട്ട് ആ പീഡിയക്കാരെ പേടിപ്പിച്ചു വിട്ടു. നമ്മളെ ഒരു TV പോയിട്ട് ഒരു റേഡിയോ ഉണ്ടാണ് മര്യാദയ്ക്ക് എല്ലാ വീട്ടിലും. ഇപ്പൊ പിള്ളേർ മൊബൈലോട്ട് ഫോട്ടോ എടുക്കുക.
അല്ലേ? എന്തൊരു ബുദ്ധി സാമർഥ്യമാണ് കുട്ടികൾക്ക്! എത്ര നല്ല സമർത്ഥരാണ് നമ്മുടെ കുട്ടികൾ! എന്ത് നല്ല വൃത്തിയാണ് കുട്ടികൾക്ക്! എങ്ങനെയാ ഇതുണ്ടായ? എല്ലാരും ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ? അല്ല. എല്ലാരും ജ്യോതിഷ് പുറമി പതിവായി കഴിച്ചിട്ട് ഓർമ്മശക്തി കൂടിയിട്ടാ? അല്ല. സമൂഹത്തിന്റെ വികാസത്തിന്റെ ഭാഗമായിട്ടാണ് ബുദ്ധി വളരുന്നത്, മനസ്സ് വളരുന്നത്, സംസ്കാരം വളരുന്നത്. ഒറ്റക്കൊരാള് കൊട്ടാരക്കെട്ടിൽ ഇരുന്നിട്ടോ അല്ലെ കട്ടിലിരുന്നിട്ടോ വളർത്തിയെടുക്കേണ്ടതല്ല സംസ്കാരം. സംസ്കാരം ഉണ്ടാവുന്നത് കിടപ്പുമുറികളിലോ കൊട്ടാരക്കെട്ടുകളിലോ അല്ല, തെരുവുകളിലും മൈതാനങ്ങളിലുമാണ്. കുട്ടികൾ ഒത്തുചേരട്ടെ. അവന്റെ ശരീരത്തിനും മനസ്സിനുമുള്ള മതം പുറത്തു കളയണം. എല്ലാവർക്കും മതമുണ്ട്. ആനക്ക് മതം പൊട്ടിയാൽ ആളുകളെ ഉപദ്രവിക്കുകയും മണ്ണിട്ട ഇടിച്ചു നിരത്തുകയും മരങ്ങൾ കുത്തിപ്പൊരിക്കുകയും ചെയ്യും പോലെ മനുഷ്യന്റെ ഉള്ളിലും ഹോർമോണുകൾ, കൊഴുപ്പ് മതമായി മാറും. ആ മതം പുറത്തു കളയാൻ എന്ത് വേണം? ആ മതം പുറത്തു കളയാൻ, ശരീരത്തിന്റെ മതം പുറത്തു കളയാനാണ് ഓടുന്നത്, ചാടുന്നത്, തുള്ളുന്നത്, സ്മാഷ് ചെയ്യുന്നത്, കിക്ക് ചെയ്യുന്നത്. അപ്പോ ശരീരത്തിന്റെ മതം പുറത്തു കളയാൻ സ്പോർട്സ്, മനസ്സിലായോ? സ്പോർട്സിൽ വരണം കുട്ടികൾ. ആടേണ്ടപ്പ ഒരു ചെക്ക ഒരു കോണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ല, പിന്നെന്തിനാ ഒരു ചെക്ക? എന്തൊക്കെ ഒരു എനർജി വേണ്ട കുട്ടികളായാൽ. നിങ്ങളുടെ മക്കള് കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ? അമ്മമാരെ നിങ്ങൾ ആശ്വസിക്കുക, നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി വളരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ബുദ്ധി വളരുന്ന കുട്ടികളുടെ ലക്ഷണമാണ് കുരുത്തക്കേട് കളിക്കുന്നത്, മനസ്സിലായോ? അത് കുരുത്തമേത് കുരുത്തക്കേട് ഏതെന്ന് അവൻ തിരിച്ചറിയില്ല. അവൻ എന്തൊക്കെ കളിക്കണം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. ഒന്നും ആകാതിരിക്കുന്നതിൽ നല്ലത് എന്തെങ്കിലും ആകുന്നതാണ്. എന്തെങ്കിലും കളിക്കട്ടെ അവൻ, അതവന്റെ ഊർജമാണ്. അപ്പൊ ചലിക്കണം, മുന്നോട്ട് പോകണം. ശരീരത്തിന്റെ മതം. പണ്ടെല്ലാം കൈക്കോട്ടെടുത്ത് കൊത്തിയിട്ടും മഴുവെടുത്ത് കീറിയിട്ടും ഒക്കെ അധ്വാനിച്ചിട്ട് വേർപ്പ് തുള്ളികളായി പോകുമായിരുന്നു. ഇപ്പൊ അധ്വാനം കുറവല്ലേ? അധ്വാനം കുറവാണ്. അപ്പൊ ശരീരത്തിന് സന്തോഷപ്രദമായ അധ്വാനമാണ് കായിക വിനോദങ്ങൾ. പണിയെടുക്കുമ്പോ സന്തോഷമൊന്നും കിട്ടൂല എല്ലാവർക്കും. സൂര്യാന വൈകുന്നേരം 5 മണിയായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ? സന്തോഷമില്ല. എന്നാൽ കായിക വിനോദം, ഓടുന്നതും ചാടുന്നതും ബോക്സിംഗ് നടത്തുന്നതും ഒക്കെ സന്തോഷം കിട്ടുന്ന കായിക വിനോദമാണ്. ശരീരത്തിന്റെ മതം പുറത്തു പോകണം. മനസ്സിന്റെ മതം പുറത്തു പോകാൻ എന്താ മാർഗം? മനസ്സിന്റെ മതം പുറത്തു പോകാൻ ശബ്ദത്തിന്റെ സൗന്ദര്യം അവതരിപ്പിക്കുക. ശബ്ദത്തിന്റെ സൗന്ദര്യമാണെന്ത്? സംഗീതം. അപ്പൊ മനസ്സിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ, വികാരങ്ങൾ പുറത്തേക്ക് കളയാൻ കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. സിനിമ കണ്ട് കരഞ്ഞിരുന്നില്ലേ പണ്ട്? ആകാശത്ത് സിനിമ കാണാൻ പോയ ആളാർമ്മയുണ്ടോ? ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോ കയറുമ്പം ബഹുക്കലി കൊണ്ട് ബഹുതി പോകും. എന്താ ബഹുക്കലി? കണ്ണിന്ന് വെള്ളം ഒറ്റിയിട്ടും മൂക്ക് ചീറ്റി ഇട്ടിട്ടും. കണ്ണിനും മൂക്കിനും കൂടി ഒറ്റ ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂക്കിലൂട്ടി വെള്ളം വരും. അന്നേരം അത് ചീറ്റിയിടും. അങ്ങനെ കരയായിരുന്നു. ഇട്ടാ കുറേ കരയുമായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കാണുന്നത്. മുരളിയും മാധവിയും പൈസക്ക് അഭിനയിക്കുന്നതാണ്, അല്ലാതെ അവര് കരയുന്നൊന്നും അല്ല എന്ന് നമുക്ക് അറിഞ്ഞൂടായിട്ടാ? അല്ല. നമ്മൾ എന്തുകൊണ്ട് കരയുന്നു? നമ്മൾ മനുഷ്യരായതുകൊണ്ട്. മനുഷ്യരാകുമ്പോ ചിരിക്കുകയും വേണം, കരയും വേണം. ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ? പക്ഷിമൃഗാദികൾ ചിരിക്കാറുണ്ടോ? ഇല്ല. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. പുഞ്ചിരിക്കണം. ചില ആളുകൾ ചിരിക്കാതെ മസിലും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർ നാളെ തന്നെ ECG എടുത്ത് നോക്കണം, ബ്ലോക്ക് ഉണ്ടാവും. മനുഷ്യൻ വന്നത് പുഞ്ചിരിക്കാനും കരയാനും സ്നേഹിക്കാനും ദയവ് കാണിക്കാനും കരുണയാവാനും ആണ്. അല്ലാതെ തിന്നാനും കിടന്നുറങ്ങാനും തൂറിക്കൂട്ടാനും മക്കളെ ഉണ്ടാക്കാനും അല്ല. അത് മൃഗങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരാവണം. എങ്ങനെ മനുഷ്യരാവണം? മനുഷ്യനാവണം. മുരുകൻ കാട്ടാക്കടിയുടെ കവിത ചൊല്ലിയ പോരാ. മനുഷ്യനാവണമെങ്കിൽ മനുഷ്യത്വം വേണം. മനുഷ്യാണാം, ധനത്വമല്ല. മനുഷ്യാണാം, അധികാരത്വമല്ല.
മനുഷ്യാണാം ധനത്വമല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യാണാം മനുഷ്യത്വം. ഈ മനുഷ്യത്വം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അതാണ് നാട്ടൊരുമ. നാട്ടുകൂട്ടത്തിലൂടെ ഒരുമിച്ച് നിന്നിട്ട് വർത്തമാനം പറയുകയും ഒരുമിച്ച് നിന്ന് പൊരുതുകയും ഒരുമിച്ച് നിന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാവുന്നത്. പണ്ട് തെരുവുകളിൽ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ ആളുണ്ടായിരുന്നു. ഇപ്പൊ തെരുവിൽ ഇരിക്കാൻ സ്ഥലമില്ല. പണ്ട് കടകൾക്ക് ഷട്ടർ വരുന്നതിന് മുമ്പ് നിരപ്പല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നിരപ്പല. രാവിലെ പീഡിയക്കാരൻ നിരപ്പല ഊരിയിട്ട് പകുതി എടുത്തുവാത്തും പകുതി വലത്തുവാത്തും വരാന്തയിൽ അട്ടിയിടും. ആടെ ഇരിക്ക. ആടെ ഏതെങ്കിലും വർത്തമാന പത്രം ഉണ്ടാവും. അവിടെ വന്നിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ആ നിരപ്പല സാഹിത്യം എന്ന് പറഞ്ഞൊരു സാഹിത്യ രൂപം തന്നെ ഉണ്ടായി കേട്ടോ. നിരപ്പലയിൽ നിന്നുള്ള ചർച്ചകളുടെ സാഹിത്യ രൂപം. ആ സാഹിത്യത്തിൽ മലയാള ഭാഷയ്ക്ക് വാക്കുകൾ പോലും സംഭാവന ചെയ്തിട്ടുണ്ട്. അറിയുമോ? കവിതകൾ ചൊല്ലും, പുതിയ കഥകൾ വായിക്കും. എസ്.കെ. പൊറ്റക്കാടിന്റെ ചർച്ചകൾ നടത്തും. എസ്.കെ. പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ വായിച്ചെത്രയാളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കും. എസ്.കെ. പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ വായിച്ചവർ എത്ര പേരുണ്ട്? ഒരാൾ അങ്ങ് കൈവക്കിയിട്ടുണ്ട്. ഒരാള് കൈവക്കിയിട്ടുണ്ട്. രണ്ടാളാ കൈവക്കി. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 25 കൊല്ലം മനുഷ്യനാവാൻ സമയമുള്ളൂ അല്ലേ? 90 കൊല്ലം ജീവിക്കുമ്പോൾ 30 കൊല്ലം ഉറക്കല്ലേ? 60 കൊല്ലേ നമ്മൾ ബോധത്തോടെ ഈ ഭൂമിയിലുള്ളൂ. അതിൽ 15 കൊല്ലം തിന്നാൻ മാത്രം വേണം. ടോയ്ലറ്റ് ടൈം 5 കൊല്ലമാണ് ഒരായുസിൽ കേട്ടോ. 5 കൊല്ലം. പണ്ടത്രയൊന്നും ഇല്ല. നാടൻ കക്കൂസുള്ള കാലത്ത് ഈ മുട്ടും മടക്കി ഇരിക്കുമ്പോ മുട്ട് വേദനിച്ചിട്ട് വേഗം എണീറ്റ് പോകും. കക്കൂസ് വന്നിട്ട് പെരുത്തൊന്നും കാലായിട്ടില്ല. ഓർമ്മയുണ്ടാണോ? പുതിയ കുട്ടികളോട് പറയണം. ഒരു 1985 മുമ്പ് നമ്മളെല്ലാം നാട്ടിൽ അച്ഛനടുത്ത് പോയി മോനെ വളപ്പിൽ പോയിരുന്നു. അയ്യോ എന്തിന് വളപ്പില്? തേങ്ങ വെറുക്കാനാ? അല്ല, മൂലധന നിക്ഷേപത്തിന്. കൈക്കുണ്ടിലും കുണ്ടടയിലും മൂലധന നിക്ഷേപം നടത്താൻ പോയ ആണുങ്ങള് തിരിച്ച് വീട്ടിൽ വന്നാലേ കിണ്ടിയും വെള്ളം കിട്ടും. കിണ്ടിയും വെള്ളം കിട്ടുന്നവരെ ഇവന് ട്രൗസർ കയറ്റാനും ആവില്ല, ലുങ്കി താക്കാനും ആവില്ല എന്നൊരു കാഴ്ചയില്ലേ? ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു നാണക്കേടാ. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോ കസേരമ്പിൽ ഇരിക്കും പോലെയല്ലേ സംഭവം. ആടെ ഇരിക്കും, അത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല. വരുമ്പം വരട്ടെ. പിള്ളേരെല്ലാം മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ആടുന്ന പലതും ഡൗൺലോഡ് ചെയ്യും. ശരീരത്തെ മേക്കപ്പ് ചെയ്യാനും അതിന് ശുദ്ധിയാക്കാനും 5 വർഷം മനുഷ്യൻ ഉപയോഗിക്കും. അപ്പൊ 30 5 പോയാൽ ഇനി 25 കൊല്ലമുള്ളൂ. ആ 25 കൊല്ലം മനുഷ്യനായി ജനിച്ചതിന്റെ പരമാവധി എത്താനുള്ള വഴി എന്താ? കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകണം. ഇപ്പൊ കുറെ ആളുകൾ ടൂറിന് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ടൂറാ. നാലമ്പല യാത്ര എന്ന് പറഞ്ഞ ആധ്യാത്മിക ടൂറ്, പിന്നെ ഊട്ടി പോക്ക്. എല്ലാരും എന്താ ഈ ടൂറ് പോകുന്നതിന്റെ അർത്ഥം? ദേശത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയാനും ഞാൻ അവിടെ പോകാനും. കൂവമണ്ടൂകങ്ങളാവരല്ലോ. കിണറ്റിൽ തവളയുടെ വിചാരം പ്രപഞ്ചം കിണറാന്ന്. നമുക്ക് പോകണം, യാത്ര പോകണം. കാലത്തിനപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. ആറ്റു നോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തുണ്ടായൊരുണ്ണി. ഒരു താരാട്ടുപാട്ടിൽ കുട്ടി കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് അനുഭൂതിയുടെ ലോകത്തിൽ ചിറകേറി പറക്കുക. ആ ചിറകേറി പകർക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ. പക്ഷികളും മൃഗങ്ങളും ഇണചേരാറുണ്ട്. പക്ഷേ അതിന്റെ പ്രണയത്തിന്റെ ആസ്വാദ്യത, അവനില്ലാതെ ഞാനില്ല എന്നെന്റെ കണ്ണന്റെ കാതിൽ നിന്ന് ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് പാടാൻ നമുക്ക് കഴിയും. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വച്ചു എന്ന് പാടാൻ നമുക്ക് കഴിയും. ആ സാധ്യത, അനുഭൂതിയുടെ ഒരു അത്ഭുത ലോകമുണ്ട്. ആ അനുഭൂതിയുടെ അത്ഭുത ലോകം പ്രഭാതം എന്ന് പറയുന്നത് പക്ഷിമൃഗാദികളെല്ലാം കാണുന്നതാണ് പ്രഭാതം. പക്ഷെ മനുഷ്യൻ കാണുമ്പോഴോ
സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. പാട്ടുപാടുക. നീലഗിരി കുന്നുകൾ, ഊട്ടി കുന്നുകളെ നീലഗിരി കുന്നു പറയും. ആ നീലഗിരി കുന്നുകളിൽ ദൊടവട്ട പീക്ക് പോയാൽ താഴ്വാരത്തിൽ മേഘങ്ങളും നമ്മൾ മേഘത്തിന്റെ മേലെയും കാണാം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ മേഘങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രം സൂര്യകിരണങ്ങൾ തട്ടിയിട്ട് മുഖങ്ങളെല്ലാം ജ്വലിക്കുന്ന ജ്വാലാമുഖികളായ മേഘങ്ങൾ ഉണ്ടാവും. ആ ജ്വാലാമുഖികളായ മേഘങ്ങളെ നീലഗിരിക്കുന്നിന്റെ സഖികളായി സങ്കല്പിച്ച് ഒരിക്കൽ പോലും ഊട്ടിയിൽ പോയിട്ടില്ലാത്തൊരു മനുഷ്യൻ ആലുവ പാലസിന്റെ മുറിക്കുള്ളിൽ ഇരുന്നിട്ട് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം. മനുഷ്യനെ കഴിയൂ, മനുഷ്യനെ കഴിയൂ. ഈ കഴിവ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ട് ഇല്ലേ? നമ്മുടെ 10 ഇരട്ടി ബുദ്ധിയുണ്ട്. നിങ്ങൾ നോക്കിയട്ടെ, നമുക്കല്ല 600-ൽ 360 മാർക്ക് കിട്ടിയ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയൂല്ലേ? ഫസ്റ്റ് ക്ലാസ് അത്രയും 60%. ഇന്ന് നമ്മളെ മാർക്ക് ലിസ്റ്റ് പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു നോക്കിയട്ടെ, പിള്ളേർ വെറു ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആണ് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. എന്താ മാർക്കമ്മോ, എന്താ ബുദ്ധി കുട്ടിയക്ക്, എന്തെല്ലാം അസൈൻമെന്റാ, എന്തെല്ലാം പ്രൊജക്റ്റാ, എന്തെല്ലാം കാനൂല അവര് പറയുന്നത്. ആ ബുദ്ധി വളരുമ്പോ അതിനാനുപാതികമായി വളരേണ്ട ഒരു ഘടകമുണ്ട്, അതാണ് മനസ്സ്. എന്തായി മനസ്സ്? ബുദ്ധി മനസ്സ് ഒന്നാണോ? അല്ല. അല്ലാതെ ഞാൻ തെളിവ് തരട്ടെ. ഇന്ന് പഹൽഗാമില് ഭീകരന്മാര് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നിട്ട് 1 വർഷവും 5 ദിവസമായി. ഭയങ്കര സംഭവമായിരുന്നു. ആ ഭീകരന്മാരുടെ ചിത്രവും അവരുടെ ചരിത്രവും പിറ്റേ ദിവസത്തെ TV-യിലും പത്രത്തിലും വന്നു. അവരെല്ലാം അതിബുദ്ധിമാന്മാരായിരുന്നു. MPhilഉം MCOMും MAയും പാസ്സായ, കേരളത്തിൽ വന്ന് B.Pharm പാസ്സായ, BSc പാസ്സായ ആളൊക്കെ അതിലുണ്ട്. പക്ഷെ അവർക്ക് കൊല്ലരുത് എന്ന മനസ്സുണ്ടായില്ല. ബുദ്ധിയുണ്ട്, പക്ഷെ മനസ്സില്ല. പക്ഷെ ആ സംഭവത്തിൽ നമ്മളെല്ലാവരുടെ മൊബൈലിലും TV-യിലും പത്രത്തിലും വന്ന ഒരു വല്ലാതെ ഹൃദയവേദനയോടെ മാത്രം കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഓർമ്മയുണ്ടോ? ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നിടത്ത് കരൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു പെണ്ണ് ഭാര്യ ഇരിക്കുന്ന ഫോട്ടോ. ആ പെണ്ണ് ഭർത്താവിന്റെ ബോഡിയുമായിട്ട് നാട്ടിലെത്തിയിട്ട് നാട്ടുകാരോട് ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് പത്രക്കാർ ചോദിച്ചു എന്താ സംഭവം. അവർ പറഞ്ഞു കേട്ടിനോ, ഒരു മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ല അവിടെ പഹൽഗാമിൽ. ഒരു വാഹനം അവിടെ പോവില്ല, കുതിരപ്പുറത്തേ പോകാൻ പറ്റും. വെടിപൊട്ടി നിലവിളി തുടങ്ങി, ഭർത്താവ് പടഞ്ഞു മരിക്കുന്ന കാണുന്നതാണ്. അടുത്ത വെടി നമ്മക്കളെ വെടിവെക്കുവോ? അന്നാട്ടുകാരും സെക്യൂരിറ്റി എല്ലാം ഓടിക്കളഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ ആരും കൊണ്ട് 25 ശവങ്ങളുടെ ബന്ധുക്കൾ മാത്രം നിലവിളിക്കുക. ആരുമില്ല. ഒരു വിവരം അറിയിക്കാൻ ഒരാൾ കഴിയണ്ടേ ഫോൺ വിളിക്കാൻ? അപ്പോഴൊരു മുസ്ലിം ചെറുപ്പക്കാരൻ മെല്ലെ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കട തുറന്ന് അതിന്റെ ഷട്ടറിന്റെ ഉള്ളിൽ ഇരുത്തി. അവൻ ഷട്ടർ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താഴ്വരയിൽ പോയി പട്ടാളക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെയാ തോന്നിയത്. ആ ചെറുപ്പക്കാരനെ പറ്റി പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്നു. അവൻ 8ാം ക്ലാസ് പാസ്സായ മാത്രമേ ഉള്ളൂ, പിന്നെ പഠിച്ചിട്ടില്ല, ബുദ്ധി കുറവാണ്. പക്ഷേ അവൻ കുതിരക്ക് തീറ്റ കൊടുക്കുന്ന പണിയെടുക്കുന്നവനാണ്. അവന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ബുദ്ധിയേക്കാൾ നല്ല മനസ്സുള്ളവരെയാണ്. ബുദ്ധിജീവികളെക്കാൾ നമുക്ക് വേണ്ടത് നല്ല മനസ്സുള്ളവരെയാണ്. ആ നല്ല മനസ്സിന് ട്യൂഷൻ സെന്റർ ഉണ്ടാവും. എവിടുന്ന് കിട്ടും നല്ല മനസ്സ്? ആ നല്ല മനസ്സുണ്ടാക്കാനാണ് നാട്ടൊരുമ, വീട്ടൊരുമ. നാട്ടൊരുമയും വീട്ടൊരുമയും. ഒരുമ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാകുന്ന ചില ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഓട്ടുറുമയാണ്. ഓട്ടുറുമയല്ല, നാട്ടൊരുമ. നാട്ടുകാർ ഒത്തുചേർന്നിട്ട് ചർച്ചകൾ ഉണ്ടാവണം, വർത്തമാനം പറയണം, ചിരിക്കണം, പറയണം, കേൾക്കണം. അങ്ങനെ പറയുകയും ചിരിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് നല്ല മനസ്സ് സൃഷ്ടിക്കണം. ആ നല്ല മനസ്സിൽ ഒന്നും ചെയ്യണ്ടല്ലോ. പുതിയ ഉപഭോഗ സംസ്കാരത്തിൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകും?
ഞങ്ങളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോയതിന്റെ പ്രധാന ലക്ഷ്യം വിശന്നിട്ടാ, ഉപ്പുമാവ് കിട്ടാനാ. ഇന്ന് വിശക്കുന്ന ഏതൊന്നും കുട്ടിയുണ്ടോ? ഇല്ല. പട്ടിണിയായ ഒരു വീടും ഇല്ലല്ലോ. എന്നിട്ടോ നമ്മുടെ കുട്ടികൾക്ക് ആർത്തി കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ. എന്താ അത്? ആർത്തിയാണ് കുട്ടികൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സായാഹ്നങ്ങളിൽ യുവാക്കൾ എങ്ങോട്ട് പോകുന്നു? വായനശാലകൾ തേടി പോകുന്നുണ്ടോ? ഇല്ല. സെമിനാറുകൾ തേടി പോകുന്നുണ്ടോ? കവിയരങ്ങുകൾ തേടി, കഥയരങ്ങുകൾ തേടി പോകുന്നില്ല. ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ DJ കാണുമ്പോൾക്ക് വരാൻ വേണ്ടി കുറെ ചെറുപ്പക്കാരുണ്ട്. ദൂരെ കുമ്പളങ്ങ ചാരി വെച്ചോലെ മതിലുമ്മ ചാരി വെച്ചിട്ടുണ്ടാവും. അവര് മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അവരെ കുറ്റം പറയണ്ട. അവരെ അങ്ങനെ ആക്കിയതിന് ഉത്തരവാദി നിങ്ങളൊക്കെയാ, നമ്മളൊക്കെയാ. അവർക്ക് ഡോപ്പമിൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആനന്ദത്തുണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ കിട്ടുന്നത് ഏതാണോ അവിടെ അവർ പോകും. മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ ഡോപ്പമിൻ കിട്ടും. കാരണം നിങ്ങളൊന്നും അവർക്ക് കവിത ചൊല്ലി കൊടുക്കുന്നില്ലല്ലോ. കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വീട്ടിൽ? വിഷുവിന് ടൗണിൽ പോയിട്ട് ഒരു 5,000-10,000 രൂപ തിന്നണ്ട സാധനവും പടക്കവും വാങ്ങിയിട്ട് വന്നില്ലേ? ഈ തിന്നണ്ട സാധനവും പടക്കവും വാങ്ങി വരുന്ന ഈ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ വീട്ടിൽ സ്കൂൾ കൂട്ടിയല്ല കുട്ടികളുണ്ടല്ലോ വീട്ടിൽ, അവർക്ക് ഒരു കഥാപുസ്തകം വാങ്ങണം, ഒരു കവിതാ പുസ്തകം വാങ്ങി എത്ര ആരും കൊണ്ടോ? വിഷുവിന് വീട്ടിലേക്ക് കവിതാ പുസ്തകം വാങ്ങി ആരും കൊണ്ടോ? ഇല്ല. നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനം പിറ്റേന്ന് രാവിലെ ഫ്ലഷമർത്തിയപ്പോ പാതാളത്ത് പോയില്ലേ? എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ? പിന്നെ കുട്ടികളെ എങ്ങനെ കുറ്റപ്പെടുത്തും നമ്മൾ? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, കീശയെ പൈസ ഉണ്ടെന്ന് മാത്രം നോട്ടം. പണ്ടല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മള് ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്നുള്ള മന്ത്രം പറഞ്ഞു തരും അല്ലേ? ഇപ്പൊ ഉണ്ട് മന്ത്രം. ഇത് പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമ. പൈസ ഇല്ല പിന്നെ പറയുന്നു. കണ്ണ് കുപ്പായ കീശയിൽ കാത് കമഴ്ത്തി വെക്കുന്നു. ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും അറിയണ്ട രാമനാരായണ. ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ, ഗാസയിൽ ഒരുപാട് പട്ടിണി മരണമുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എന്റെ വീട്ടിലല്ലോ. അതിലൊന്നും എനിക്ക് മൈൻഡില്ല. എനിക്ക് വൈകുന്നേരം ആവുമ്പോ അജിനോമോട്ടോ മസാല കൂട്ടോ ഉള്ള മരണാനന്തര ബഹുനാമധാരിയെ കണ്ടെത്തണം. നമ്മുടെ യുവാക്കൾ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഒരു അസൈൻമെന്റ് എന്താ? മരണാനന്തര ബഹുനാമധാരിയെ തേടുക. എന്താ സംഭവം മനസ്സിലായോ? നമുക്കെല്ലാം മരണം വരെ ബഹുനാമങ്ങളുണ്ട്. പല പേരില്ലേ നമുക്ക്? മരിക്കുന്നവരെ പല പേരുണ്ട്. പക്ഷെ മരിച്ച ഒരു പേരേ ഉള്ളൂ. ഒന്നിക്ക് ശവം, അല്ലേ മയ്യത്ത്, അല്ലേ? എന്നാ മരിക്കുന്നവരെ കോഴിക്ക് കോഴിന്റെ പേരുണ്ട്. മരിച്ചാലോ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച, ചിക്കൻ ചില്ലി, 28 മോഡലുണ്ട്. ഇതെന്തെങ്കിലും തേടി ഓടുക. വീട്ടിൽ പട്ടിണിയായിട്ടല്ല. ഇത് തിന്നുമ്പോ അവന് ആനന്ദം കിട്ടുന്നുണ്ട്. കിട്ടിക്കോട്ടെ, നല്ലതാണ്. പക്ഷേ അത് മാത്രമാണ് എന്ന് ധരിച്ചു പോകും. നമ്മൾ ആയിരം വർഷത്തോളം ഈ കേരളത്തിലെ അതിജീവനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഭക്ഷണശീലമുണ്ട്. ആ ഭക്ഷണശീലം നമ്മുടെ അധ്വാനത്തിന് പറ്റിയ സമഞ്ജസമായ ഒരു ന്യൂട്രീഷ്യൻ ഭക്ഷണമാണ്. അതടിച്ച് പൊളിച്ച് ഇപ്പൊ സദ്യ വേണ്ട. സദ്യ കുട്ടിക്ക് ചോറ് നാടൻ സദ്യ വിളമ്പിയാൽ പ്രശ്നം വെക്കുന്ന ആളെടുത്ത് പോയാല് കബഡി നിരത്തുന്നാടിന സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ട്രെയിനി ലഗ്നേന ചിന്തിയിൽ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുന്നില്ല. അതുപോലെ കുട്ടികളെ സദ്യ വിളമ്പിയ ഇല കണ്ടിട്ടുണ്ടോ? ക്യാരറ്റ് അങ്ങോട്ട്, മുരിങ്ങക്കായി അങ്ങോട്ട്, വെണ്ടക്ക അങ്ങോട്ട്, വൈതിരിങ്ങ അങ്ങോട്ട്. നമ്മളെ എന്തൊരു മോനാന്നല്ല ആള് ചീത്ത പറയുന്നില്ലേ? ചീത്ത പറയണ്ട. അവനല്ല കൊന്നത്. അവന്റെ ഉള്ളിൽ അവനറിയാതെ അവനെ നിയന്ത്രിക്കുന്ന ഒരാള് കയറിക്കൂടുക. അതിന്റെ അടിമയായി മാറുക നമ്മുടെ കുട്ടികൾ. ഒന്നിക്കൽ ഉപഭോഗ സംസ്കാരത്തിന്റെ, അല്ലെ മയക്കുമരുന്നിന്റെ, അല്ലെങ്കിൽ എനിക്കെന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കൂല. ഓന്റെ മുടി എങ്ങനെയാ മുറിക്കുന്ന എനക്ക് അതുപോലെ. ഓൻ എന്നാ ലേസ് തിന്ന് എനിക്ക് ലേസ് വേണം. ഓൻ ഐസ് തിന്ന് എനിക്ക് ഐസ് വേണം. ഓൻ ഓക്കെ തിന്ന് എനിക്ക് ഓക്കെ വേണം. ഓൻ ബിങ്കോ തിന്ന് എനിക്ക് ഓൻ ബിങ്കോ വേണം. ഓനുണ്ട് പാന്റ് വാങ്ങിയിട്ട് അണ്ടർവെയർ പുറത്ത് കാണിച്ചിട്ട് ചന്തിന്റെ അടിയിൽ ഉടുക്കുന്നു, എനിക്കും അതുപോലെ ഉടുക്കണം. ഓനുണ്ട് ജീൻസ് വാങ്ങിയിട്ട് കീറിയിട്ട് ഉടുക്കുന്ന എനിക്കും കീറണോ? അല്ലേ? പണ്ട് കീറാത്തൊരു കുപ്പായത്തിന് ആഗ്രഹമായിരുന്നു അവർക്ക്. ഇപ്പോ നല്ല കുപ്പായം, നല്ല പാന്റ് വാങ്ങിയിട്ട് പിള്ളേർ കീറിയിട്ടിടുക.
ഇതെന്താരാ ഇത് നിശ്ചയിച്ചത്? ഇവന്റെ ആഗ്രഹം കീറിയ പാന്റ് ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല. അതൊക്കെ ഈ വിൽപ്പന നടത്തുന്ന വൻകിട കമ്പനികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫാഷൻ ഭ്രമങ്ങളാണ്. ഫാഷനൊക്കെ നല്ലതാണ്. ആ ഫാഷൻ എന്ന് പറയുന്നത് സംസ്കാരമുള്ളതാവണം. അതിന്റെ അടിമകളായി കുട്ടികൾ മാറും. ആ ചെറുപ്പക്കാരെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അവരെ നമ്മൾ ചേർത്ത് നിർത്തണ്ടേ? അവരുമായിട്ട് നല്ല സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ നടത്തണ്ടേ? സോഫ്റ്റനായ ചപ്പാത്തി, സോഫ്റ്റനായ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതിയോ? സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നമ്മുടെ വീട്ടിലും നാട്ടിലും. ചെറുപ്പക്കാരോടും കുട്ടികളോടും വർത്തമാനം പറയണം. എങ്ങനെ? സോഫ്റ്റനായിട്ട്. എങ്ങനെ? നല്ല എന്നാ മോനെ എന്നല്ല, SOFTEN, സോഫ്റ്റൻ സ്പെല്ലിംഗ്. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കും. ഞാൻ അതിനെപ്പറ്റി അത് നേരത്തെ പറഞ്ഞു. രാവിലെ എണീറ്റ 3 തീ കൊടുക്കല മിസൈലിന്. 3 മിസൈൽ അയച്ചിട്ടേ പല്ല് വെറുതേക്കും. ശീലായിപ്പോയി. അതുകൊണ്ടാണ് വെടി നിർത്തിയിട്ടും വെടി നിൽക്കാത്തത്. നിരന്തരം തീ കൊടുക്കല. നമ്മളൊന്നാ രാവിലെ എണീറ്റാൽ നേരെ പോയിട്ട് ഗ്യാസിന്റെ അടിയിൽ ടിക്ക് 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 3 തീ കൊടുക്കല അല്ലെ? അത് ശരീരത്തിനാണ്. എന്നാൽ മനസ്സിന്റെ സൗന്ദര്യത്തിന് എന്തു ചെയ്യുന്നു? അതുകൊണ്ട് വീട് പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. ഓപ്പൺ ദി ഹേഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയാം. ഹൃദയം തുറന്നിട്ട് വീട്ടിൽ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എല്ലാവരും ഇരിക്കണം. എല്ലാവരും വീട്ടിലെത്തി അവിടെ ഇരിക്കണം. യാത്ര ചെയ്യും. എതിരെ വരുന്ന വണ്ടി എത്ര ആള് ഡിം ലൈറ്റ് തരുന്നത്? ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ചിലയാക്കി ഈ ഹെഡ്ലൈറ്റ് കണ്ണിലടിച്ച മുമ്പിലൊന്നും കാണൂല. എന്നാലും എന്റെ LED ബൾബിന്റെ പ്രകാശം കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് ചത്താലും കുയിൽ പോയി മറിഞ്ഞ് മരിച്ചാലും ഡിമ്മ് തരൂലടാന്ന് പറഞ്ഞ് നടക്കുന്നത് വീട്ടിൽ നിന്ന് പഠിച്ച ഈ അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്റെ പിള്ളറാ. നമ്മുടെ കുട്ടികൾ അയാം ഓക്കെ യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല നീയും കുഴപ്പമില്ല എന്ന മനോഭാവം വളർത്തിയെടുക്കണം. അതാണ് ജനാധിപത്യ ബോധം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന്റെ വീട് കാണുന്നുണ്ട? ഓളാടിയാ താമസിക്കുന്നു, പക്ഷെ അത് കാണാൻ ചാൻസ് ഇല്ല. എന്നാ കല്യാണത്തിന് മുമ്പ് ഭാര്യന്റെ വീട് കാണാത്ത ഏതെങ്കിലും ആണ് കല്യാണം കഴിക്കുന്നുണ്ടോ? ആടിയാ നോൻ താമസം. ഭാര്യാഗൃഹേ പരമസുഖേ 10 ദിനേ പട്ടി സമയം എന്നൊരു ചൊല്ലിട്ടില്ലേ? എന്റെ സുഹൃത്ത് പറഞ്ഞ, ഞാൻ ഭാര്യ വീട്ടിൽ അങ്ങനെയൊന്നും പോയില്ല. മാസത്തിൽ 2 പ്രാവശ്യമേ പോവും. പോയാൽ ഒരു 15 ദിവസം അവിടെ പോവും. മാസത്തിൽ 2 പ്രാവശ്യമേ പോവും. പോയാൽ ഒരു 15 ദിവസം അവിടെ പോവും. അപ്പൊ ആർത്തന്നെയാന്ന് പറയാൻ പഠിച്ചിട്ടാ. ആ ഭാര്യ വീട് കാണാതെ ഒറ്റൊരാണും കല്യാണം കഴിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അത്രയും ത്യാഗം അനുഭവിക്കുന്ന ആ പെണ്ണിനോട് നമ്മളിങ്ങനെ പേടിപ്പിക്കുന്നത്? നമ്മുടെ ഭാര്യയും മക്കളും എല്ലാം പരസ്പര ജനാധിപത്യ ബോധത്തിൽ പരസ്പരം അംഗീകരിക്കുന്ന, അതാണ് നോഡിങ്, തലകുലിക്ക്. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, SOFTEN, സോഫ്റ്റനായ നല്ല വീടുണ്ടാവും. അത്തരത്തിൽ നാട്ടൊരുമയും വീട്ടൊരുമയും ഉണ്ടാക്കുക. ഇത് വീട്ടുകാരോട് മാത്രമല്ല, നാട്ടുകാരോടും ഈ സ്മൈലും ഓപ്പൺ ഹെഡും വേണം. അത്തരത്തിൽ നന്മയെപ്പറ്റി ചിന്തിക്കുക, അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മളെല്ലാം ചെറുപ്പത്തിൽ എത്രയാൾക്ക് പ്രേതം കൂടലുണ്ടല്ലേ? എന്നിട്ട് മന്ത്രിച്ചു കെട്ടു, ആവാഹിക്കും, തച്ചുമന്ത്രം നടത്തും, എന്തെല്ലാം പരിപാടി. ഈ പ്രേതല്ലേ എടുത്തു? ഈ ഇപ്പൊ ആരും മരിക്കുന്നില്ലേ? ഇപ്പൊ നാട്ടിൽ പ്രേതം ഇല്ലല്ലോ. എന്താ പ്രേതം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, മാനസിക രോഗം. ഈ പ്രേതല്ലേ എടുത്തുപോയിന്ന് അറിയോ? സകല പറമ്പിലൂടെയും റോഡിലൂടെയും ലൈന് വന്നില്ല, ഇലക്ട്രിക്കൽ ലൈന്. ഈ പ്രേതങ്ങളാണെങ്കിൽ നിലത്തൂട്ട പോവില്ല, ആകാത്തൂട്ടിയാ പോവില്ല. എല്ലാം ലൈന് തട്ടി ചത്തുപോയി. ഇപ്പൊ പ്രേതമുണ്ടോ? ഭൂതങ്ങളുണ്ടോ? ഇല്ല. ഇപ്പൊ രാത്രിയെ പേടിയില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസങ്ങൾ വീണ്ടും തിരിച്ചു വരികയായി. അനാചാരങ്ങൾ തിരിച്ചു വരുന്നു. ജാതിബോധത്തിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്തൊരു ഗതികേടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഏറ്റവും മനോഹരമായ വിശ്വഗുരുവായിരിക്കുന്ന ഒരാൾ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു. അയാളുടെ നാട്ടിൽ ജാതി വിവേചനത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വരിക. ഇതാരാ വിളിക്കുന്ന? വിവരമുള്ള പ്രൊഫസർമാര്. പിന്നെ ഇവനെന്തിനാ വിവരം ഉണ്ടായിട്ട് എന്താ കാര്യം?
അതാ ഞാൻ പറഞ്ഞ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സ് വേണം. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, പക്ഷെ ദൈവത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പൈസയോ അധികാരം ഉണ്ടാക്കുന്നവരാണ് ഇപ്പോ ലോകത്ത് ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞ ആർക്കും 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ദൈവത്തെ തെരുവിലിറക്കല. മരണം എന്നതിന്റെ പ്രഹേളികയുടെ അർത്ഥം തിരിയാത്തടത്തോളം പലരും ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥക്ക് പോകുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് പറഞ്ഞ് ജാഥ നടത്തുമ്പോൾ ഈ ജാഥയുടെ ഇടയിൽ ഏതെങ്കിലും അമ്പലത്തിലെ വിളക്കോ അല്ലെ വീട്ടിന്റെ ഇറയത്ത് വെച്ച വിളക്കോ കണ്ടെങ്കിൽ ഈ മുദ്രാവാക്യത്തിന്റെ ഇടയിൽ ചില ആൾ ഇങ്ങനെയാക്കുന്നതാണ്. എന്തിനാ? അഥവാ മരിച്ചിട്ട് അങ്ങ് പോയ ഏരിയ സെക്രട്ടറിന്റെ കത്തൊന്നും കൊടുക്കൂലല്ലോ, നിന്നോട്ടെ, ഒന്നും വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ അല്ലേ. മരണാനന്തരത്തെ പറ്റി എന്താണെന്ന് ഒരു പിടിയില്ല. ആ അജ്ഞതയെ മുതലെടുത്തിട്ട് പണമുണ്ടാക്കുന്ന ഭീകരന്മാരാണ് പുരോഹിതന്മാർ, അറിയോ? അവരാണ് ഈ ലോകത്തിന്റെ, ഇന്ത്യയുടെ വളർച്ചയെ തടഞ്ഞത്, പുതിയത് ചിന്തിക്കാത്തതുകൊണ്ട്. ഇന്ത്യ ലോകത്ത് രാമായണവും മഹാഭാരതവും ഉപനിഷത്തിൽ എഴുതിയ അതിബുദ്ധിമാന്മാരുടെ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ട്. ഇവിടെ വന്ന് വിദേശികൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഒരു ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും പണലും സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും ഒന്നും ഇല്ലാത്ത കാലത്താണ് നമ്മുടെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കി വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും പടകവും ചൂർണവും തൈലവും ഗുളികകളും എഴുതി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും നമ്മുടെ നാട്ടുകാരാ. എന്നിട്ട് എന്താ നമ്മുടെ രാജ്യം പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്തായി പോയത്, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പുറകിലായത്? ഒന്നും വേണ്ട, ഈ മൈതാനത്തുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ട് മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ച. ഇവിടെ പോയി നമ്മുടെ ബുദ്ധി. അന്ധവിശ്വാസവും അനാചാരവും ജാതിബോധവും തടസ്സപ്പെടുത്തി സത്യാന്വേഷണത്തിന് വിസ്ഫോടനാത്മകമായി ബുദ്ധി വളരാൻ അനുവദിച്ചില്ല. നിന്റെ തലയിലെ വിധി പോലെ വരും അല്ലേ. ഒരു പെണ്ണിനൊരു ചെക്കൻ ആരാന്ന് തലയിലെഴുത്തുണ്ട്, കളവച്ചു വരൂവച്ച മീട് ഇളം പൂ കല്യാണമാല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ. കമലഹാസന്റെ സിനിമയിലെ പാട്ടായിരുന്നു. തലയിലെഴുത്ത് വിശ്വസിച്ചു. ആ തലയിലെഴുത്ത് മാറ്റാനാവില്ല. എനിക്ക് പട്ടിണിയാ, തലയിലെഴുത്ത്, ദാരിദ്ര്യ തലയിലെഴുത്ത്, അസുഖം വരുന്ന തലയിലെഴുത്ത്. ആ തലയിലെഴുത്തല്ലടാ, ഈ എഴുത്ത് നമ്മൾ എഴുതുന്നതാണെന്ന് പറഞ്ഞ് പൊരുതാൻ മനീഷികൾ പൊരുതാൻ തുടങ്ങിയപ്പോഴാണ് ഈ കേരളത്തിൽ മനുഷ്യന്മാരായി ജീവിക്കാൻ പറ്റിയത് അല്ലേ. അല്ലെങ്കിൽ ജാതി വേലിക്കെട്ടുകൾക്കുള്ളിൽ കിടന്ന് നരകിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് തൊഴിലിന്റെ പേരിൽ അറിയപ്പെടുന്ന മേസ്ത്രി എന്നറിയപ്പെടുന്നു, ടീച്ചർ എന്നറിയപ്പെടുന്നു, ടൈലർ എന്നറിയപ്പെടുന്നു, മാഷ് എന്നറിയപ്പെടുന്നു. അല്ലാതെ ജനിക്കും ഭേദ ജാതി നോക്കിയിട്ടല്ലല്ലോ അറിയപ്പെടുന്നത്. വർഗീയ ബോധത്തിൽ നിന്ന് വർഗബോധത്തിലേക്കുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടായപ്പോഴാണ് കേരളം മാറിയത്. ആ കേരളം മാറണമെങ്കിൽ മനുഷ്യസ്നേഹവും ബുദ്ധിശക്തിയും അധ്വാന ശക്തിയും ഒന്നും ചേരണം. നാട് എന്ന് പറയുന്നത് നടുന്നതാണ്. അധ്വാനത്തിന്റെ, കൃഷി ചെയ്യുന്നതിന്റെ യൂണിറ്റാണ്, നാട്ടുകാരുടെ കൂട്ടായ്മയാണ് നാട്. തനിയെ മുളച്ചത് കാട്, നട്ടുമുളപ്പിച്ച നാട്. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവനോ കാട്ടാളൻ. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം നെഞ്ചത്ത് കൈവച്ച് ഒരു പരിശോധന നടത്തുക, ഞാനിത് ഏത് ലിസ്റ്റിലാ പെടുക. നടുന്നവർ നാട്ടാളനും ഒന്നും നടാത്തവർ കാട്ടാളനുമാണ്. നടണം, അധ്വാനിക്കണം. അധ്വാനമാണ് ഈ ലോകത്തെ മാറ്റിയത്. ഒരു ദൈവവും ലോകത്തെ മാറ്റിയിട്ടില്ല, അധ്വാനമാണ്. കാരണം ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷമായി. അന്നും ഇന്നും ഒരുപോലെയാ. 15 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിലുള്ളതിന്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. 15 ലക്ഷം വർഷം മുമ്പ് ആന എങ്ങനെയാ, അതേപോലെയല്ലേ 2026 തൃശ്ശൂർ പൂരത്തിന് ഇപ്രാവശ്യം 60 ആനയില്ല 30 ആനയാ അല്ലേ. 30 ആനയെ കാണാൻ ഒരു 5 ലക്ഷം ആളുകൾ തൃശ്ശൂർ പൂരത്തിന്റെ മൈതാനത്ത് ഒത്തുകൂടുമ്പോ ഇത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കിയിരിക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കൊമ്പനാന, ഒരു ട്രൗസറോ, ഒരു പിടിയാന, ഒരു ഷഡ്ഡിയോ ഇതുവരെ ഉടുത്തോ ഇല്ല. അന്നും ഉടുത്തിട്ടില്ല, ഇന്നും ഉടുത്തിട്ടില്ല, ഒരിക്കലും ഉടുക്കൂല പക്ഷിമൃഗാദികൾ. കാരണം അവർക്ക് വികാസമില്ല. മനുഷ്യന് വികാസമാണ്. ആ വികാസം ഉണ്ടാകുന്നത് ചിന്തയും അധ്വാനവുമാണ്. ആ ചിന്തിക്കുന്നതും അധ്വാനിക്കുന്നതും, ആ ചിന്ത ആഴത്തിലുള്ള ചിന്ത, Y ആക്സിസ്,
അധ്വാനം എക്സ് ആക്സിസ്, ഇതാണ് എക്സും വൈയും ചേരുന്നതാണ് പ്ലസ് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എല്ലാത്തിനും A+ വേണ്ടേ? അധ്വാനവും ചിന്തയും ചേരുന്നതാണ് മനുഷ്യന്റെ A+. അത്തരത്തിൽ വികസിപ്പിക്കുവാൻ, ക്ലബിൽ അംഗമാകുവാൻ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കണം. ആദ്യം തന്നെ പാടാൻ പറ്റിയെന്ന് വരില്ല. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ഒരു ഭാഗവതരുടെ മോൻ പാട്ടുപാടാൻ പോയി, റെക്കോർഡ് ചെയ്യാൻ പോയി. ഈ മൈക്ക് സെറ്റെല്ലാം നിരത്തി വെച്ചപ്പോ ഓനാകെ ബേജാറ്. ഇത് ചെറിയാക്കി, ഈ ധൈര്യം വർത്തായി പോകുന്ന സാധനമായത്. നാട്ടിൽ വലിയ വർത്താനം പറയുന്ന ചില ആളുകള് മൈക്കിന്റെ മുമ്പ് കൊണ്ടുവച്ച് ഒരു 2 വർത്താനം പറഞ്ഞാട്ടെ നോക്കിയാട്ടം പറയുകയായിരിക്കും. കാരണം ഈ ധൈര്യം മുഴുവൻ ഇതിലൂട്ട് ഇറത്തായി പോകും. ഈ മൈക്കെല്ലാം വെച്ചപ്പോ ഇവൻ പാട്ടുപാടാൻ പറഞ്ഞിട്ട് പാടാനായിട്ട് 2 വരി പാടുമ്പോഴേക്ക് പറഞ്ഞു നിർത്തിക്കോ, ഇതിന്റെ സ്വരവും സംഗതിയൊന്നും ശരിയല്ല, പോയിക്കോ. ഇവൻ സങ്കടത്തോടെ വീട്ടിൽ പോയി കരഞ്ഞ് സങ്കടം പറഞ്ഞു. ഇവന്റെ അച്ഛൻ നാടകത്തിൽ പാട്ടുപാടാൻ പോകുന്ന ഭാഗവതരാ. അന്ന് നാടകത്തിൽ റെക്കോർഡൊന്നുമില്ല, നേരിട്ട് പാടും, കൂടെ പാടിക്കോന്നു. അങ്ങനെ അവൻ പാടി ആ ആകാശവാണി ഇന്ന് രാവിലെ മുതൽ ഞാൻ വണ്ടി ഓടിച്ച് ഏതാണ്ട് ഇന്ന് രാവിലെ തിരുനെല്ലി ഒരു കല്യാണത്തിന് പോയി, എന്നിട്ട് കണ്ണൂർ പോയി, എന്നിട്ട് ചിറ്റാർപ്പൂർ വന്നു. ഏതാണ്ട് 280 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അതിനിടയിൽ എനിക്ക് ആശ്വാസമായത് അന്ന് പുറത്താക്കപ്പെട്ട ആ ചെക്കന്റെ പാട്ടാ. പാപ വിമോചന പവിതരാദിനദ പദവല്ലവതാന തിരിധം തരിയുദരിത തിത്തിരാനതിര തനതരി ധിത്താകൃതക ജം ജം ധിത്താകൃതക ജം ജം ധിത്താകൃതക ജം ജം ഗോപാലക പാഹി മാം അനിശം. യേശുദാസ്. മനസ്സിലായത്? അയാളെ പാട്ട് ഇന്ന് രാവിലെ കേട്ടുകയാണ്. ആദ്യത്തെ പാട്ട് നന്നാവില്ല, ആദ്യത്തെ കവിത കുട്ടികളോട് പറയണം. മനസ്സിൽ വികാരങ്ങൾ ഉണ്ടായാൽ അത് കവിയുമ്പോ കടലാസ് എടുത്തിട്ട് പെൻസിലുകൊണ്ട് അല്ലെ പെണ്ണുകൊണ്ട് അതിൽ വിതക്കാൻ പറയണം. മനസ്സിലെ വികാരങ്ങൾ കടലാസിൽ വിതയ്ക്കുമ്പോഴാണ് അത് കവിതയാവുന്നതെന്ന് കുട്ടികളെ പഠിപ്പിക്കും. അവരോട് എഴുതാൻ പറയും. കഥ വായിക്കാനും കഥ എഴുതാനും പഠിപ്പിക്കും. പാട്ട് പാടാനും കവിത വായിക്കാനും കവിത എഴുതാനും പഠിപ്പിക്കും. കടലാസ് കൊണ്ട് പലതും ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഓല കൊണ്ട് പലതും ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അങ്ങനെ ഏപ്രിൽ 1 തുറന്ന് മെയ് 31 പൂട്ടുന്ന ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥിയാക്കും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ. അതേതാ സ്കൂള്? അതിന്റെ മേൽക്കൂര തിങ്കളും താരങ്ങളും തുവള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. ആകാശമാകുന്ന മേൽക്കൂര. ക്ലാസ് റൂമുകള് മാവിന്റെ ചുവടാവട്ടെ, അവിടെ പോയി ഇരിക്കട്ടെ കുട്ടികൾ. അത്തരത്തിൽ കുട്ടികൾക്ക് മണ്ണുമായിട്ടും മനസ്സുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ. ചലനമില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മതം ചലനമാണ്. ചലനമില്ലെങ്കിൽ ഹൃദയം അപ്പോ ചത്തുപോകുന്നു. ശ്വാസകോശം ചലിക്കുന്നു, വായു ചലിക്കുന്നു. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. അടങ്ങിയിരിക്കരുത്, ചലിച്ചുകൊണ്ടിരിക്കരുത്. ബുദ്ധിയും മനസ്സും ശരീരവും ചലിച്ചുകൊണ്ടിരിക്കാൻ ഈ ക്ലബും ഈ വായനശാലയും നിങ്ങൾക്ക് കരുത്ത് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഈ നട്ടപ്പാതിരക്ക് എന്റെ പ്രസംഗവും കേട്ടിട്ട് 9:80 തുടങ്ങി, ഇതാ 10:80 1 മണിക്കൂർ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞ് ഞാൻ ഇതാ 10:80 നിർത്തുന്നു. പ്രസംഗം കേട്ടിരുന്ന ഈ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.